എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. ഞാനിന്നിവിടെ വന്നപ്പോൾ ഒരു കിണർ, ഭംഗിയുള്ളൊരു കിണർ കാണാനിടയായി. അതിൻ്റെ മതിലുകളൊക്കെ നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്ത് നല്ലൊരു ഭംഗിയായൊരു കിണർ. ആ കിണർ കണ്ടപ്പം ദൈവജനത്തിനകത്തൊരു വാക്യം ഇങ്ങനെ ഓർക്കുകയാണ്. അബ്രഹാം ഏതൊക്കെ ഇടങ്ങളിൽ ദൈവത്തിന് യാഗം കഴിക്കാൻ പോയ ഇടങ്ങളിലൊക്കെ കുടിലും യാഗപീഠവും അതിനോട് ചേർന്നൊരു കിണറും താൻ കുത്തിയിരുന്നു. ഇത് നമ്മുടെ ദൈവജനത്തിനകത്ത് പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യമാണ്. അബ്രഹാം യാഗം കഴിക്കാൻ പോകുന്നിടത്ത് ഒരു കുടിലും യാഗപീഠം കിണറും ഇതെപ്പോഴും അദ്ദേഹം ചെയ്യുന്നൊരു കാര്യമായി. തൻ്റെ ബാല്യക്കാരെയും കൊണ്ട് താൻ കിണറുകളെ കുത്തുമായിരുന്നു. ഭംഗിയുള്ള കിണറുകൾ, അത് അനേകർക്ക് വെള്ളം കിട്ടുന്ന രീതിയിൽ ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞതിന് ശേഷം ഇസഹാക്കിൻ്റെ കാലം വന്നപ്പോൾ ആ കിണർ ആ തലമുറയ്ക്ക് അനുഗ്രഹമെന്ന് കണ്ടിട്ട് അനേകര ആ കിണറിൽ നിന്ന് വെള്ളം കുടിക്കുകയും അനേകർക്ക് അനുഗ്രഹം ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ അബ്രഹാം കടന്നുപോയി കഴിയുമ്പോഴത്തേക്ക് യാഗപീഠം പിന്നെ കുടില് ഇതെല്ലാം പൊളിച്ചു മാറ്റുമെങ്കിലും കിണർ അവിടെ തന്നെ കിടക്കും. അത് ആ ദേശക്കാർ അത് ഉപയോഗിക്കാനിടയാക്കി. പക്ഷെ ഇസഹാക്കിന്റെ അനുഗ്രഹം കണ്ടിട്ട്, അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന്റെ അനുഗ്രഹം കണ്ടിട്ട് ഫെലിസ്തീൻ ശക്തികൾക്ക് അല്ലെങ്കിൽ ഫെലിസ്തീന്മാർക്ക് അസൂയ തോന്നിയിട്ട് അവരാ കിണർ എന്ത് ചെയ്യാം, മണ്ണിട്ട് മൂടി. നന്മയുടെ കിണറുകളെ മണ്ണിട്ട് മൂടി. പിൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന അനുഗ്രഹമായ കിണർ, വെള്ളം നൽകിയ കിണർ അവര് മണ്ണിട്ട് മൂടാനിടയായി. പക്ഷെ വീണ്ടും അതിനെ ദൈവം എന്ത് ചെയ്യാം, തുറക്കുവാൻ ഇസഹാക്കിനെ ബലപ്പെടുത്തി. അപ്പം ഫെലിസ്തീൻ മണ്ണിട്ട് മൂടിയ കിണറുകൾ ഇസഹാക്ക് വീണ്ടും കുഴിച്ച് എടുത്ത് അത് അനുഗ്രഹമാക്കി മാറ്റി. അപ്പോൾ രണ്ടിടത്ത് ഇസഹാക്ക് എന്ന് കിണർ കുഴിച്ചെടുത്തു. അബ്രഹാം കുഴിച്ചതും ഫെലിസ്തീൻ മണ്ണിട്ട് മൂടിയതുമായ കിണർ രണ്ടിടത്ത് നിന്ന് ഇസഹാക്ക് കുഴിച്ചെടുത്തു. അതിനുമേൽ അവരവകാശം പറഞ്ഞു ജനങ്ങൾ. എന്നാൽ ദൈവം ഇസഹാക്കിന് ഒരുക്കി കൊടുത്തൊരിടത്ത് അവരൊരു കിണർ കുത്തി. അതിൽ നിന്ന് അനുഗ്രഹമായ നന്മ വന്നു. യഹോവ എന്നെ ഇവിടെ എത്തിച്ചു, ഇത് യഹോവ ഒരുക്കിയ ഇടം എന്ന് പറഞ്ഞ് ഇസഹാക്ക് ദൈവത്തെ സ്തുതിച്ചു. ആ കിണറും ആ അനുഗ്രഹമായ നന്മയും അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇസഹാക്കിനോട് കൂടെ ഉണ്ടായിരുന്നവർ പറയുക, നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറയാനിടയായി. ഞാൻ ഈ പറഞ്ഞതിൻ്റെ സാരം, നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നന്മകളെ ശത്രുവായവൻ മൂടിക്കളഞ്ഞെങ്കിൽ അതിനെ വീണ്ടും ഓപ്പൺ ചെയ്യാൻ, അതിനെ വീണ്ടും തുറക്കാൻ വേണ്ടി ദൈവം നിങ്ങൾക്കൊരവസരം ഒരുക്കി തരാൻ പോകും. അത് പ്രാർത്ഥന കൊണ്ടും യാചന കൊണ്ടും ആരാധന കൊണ്ടും നിങ്ങൾ തുറക്കേണ്ടതായ, നിങ്ങളുടെ ആത്മീയ ജീവിതം കൊണ്ട് ഓപ്പൺ ചെയ്യേണ്ടതായ ഒരു അനുഗ്രഹത്തിൻ്റെ കിണർ, ഒരു അനുഗ്രഹത്തിൻ്റെ നന്മ, ഒരു വഴി ദൈവ നാളുകളിൽ തുറക്കപ്പെടുത്തും. അതിനായി വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.